എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശബ്ദം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ശബ്ദം? ശബ്ദം ഒരു ഊർജ രൂപമാണ്. മറ്റ് പലതരം ഊർജ രൂപങ്ങൾ ഉള്ളതുപോലെ ഒരു ഊർജ രൂപമാണ് ശബ്ദം. എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നത്? ഒരു വസ്തു എങ്ങനെയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്? എല്ലാ വസ്തുക്കളും കമ്പനം മുഖേന, ഒരു വസ്തു കമ്പന ചലനത്തിൽ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വസ്തു കമ്പന ചലനത്തിൽ ആയിരിക്കുമ്പോഴാണ് ആ വസ്തുവിൽ നിന്നും ശബ്ദം പുറപ്പെടുന്നത്. എല്ലാ വസ്തുക്കളും പുറപ്പെടുവിക്കുന്ന ശബ്ദം ഒരുപോലെയാണോ? അല്ല. വ്യത്യസ്ത വസ്തുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വ്യത്യസ്തമാണ്. എന്തായിരിക്കും കാരണം? എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു സ്വാഭാവിക ആവൃത്തിയുണ്ട്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ആ ആവൃത്തിയാണ് സ്വാഭാവിക ആവൃത്തി, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സ്വാഭാവിക ആവൃത്തി. ഈ ഓരോ വസ്തുവിന്റെയും സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് വ്യത്യസ്ത വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോൾ വ്യത്യസ്ത ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു സ്റ്റീൽ പാത്രം തറയിൽ വീഴുമ്പോൾ കേൾക്കുന്ന ശബ്ദം നമ്മളത് കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വെള്ളം തറയിൽ വീണ് ചിതറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് ആ പ്രോസസ്സ് കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു ഗ്ലാസ് കഷ്ണം തറയിൽ വീണ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഇവയെല്ലാം തന്നെ വ്യത്യസ്ത ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വ്യത്യസ്ത ശബ്ദം കേൾക്കാനും അവയെ തിരിച്ചറിയാനും സാധിക്കുന്നത്. ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെയാണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ശബ്ദ സ്രോതസ്സുകൾ? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള സ്വനതന്തുക്കൾ, സ്വനപേടകത്തിനുള്ള ഒരു സൗണ്ട് ബോക്സ് ഉണ്ട്. ആ സൗണ്ട് ബോക്സിനെയാണ് സ്വനപേടകം എന്ന് പറയുന്നത്. അതിനകത്തുള്ള സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോൾ നമ്മുടെ തൊണ്ടയും നാവും ലിപ്സും ചുണ്ടുകളും എല്ലാം ചേർന്ന്, കീഴ്ത്താടിയും മേൽത്താടിയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രവർത്തന മുഖേനയാണ്, സംയോജിത പ്രവർത്തന മുഖേനയാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായ ആണ് നമ്മുടെ ശബ്ദ സ്രോതസ്. സ്വനപേടകവും സ്വനതന്തുക്കളും ആണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ പോലും ഇവയുടെ എല്ലാം സംയോജിതമായ കമ്പനത്തിലൂടെയാണ്, പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. അപ്പോ വിവിധങ്ങളായ ശബ്ദ സ്രോതസ്സുകൾ നമുക്ക് പരിചിതമാണ്. എല്ലാ വസ്തുക്കളും കമ്പനം മുഖേനയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഒരു സെക്കൻഡിൽ ഒരു വസ്തുവിനുണ്ടാവുന്ന കമ്പനത്തിന്റെ അളവാണ് അതിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഒരു വസ്തുവിനുണ്ടാവുന്ന കമ്പനത്തിന്റെ അളവ് ആണ് അതിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി. എഫ് എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ അത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ടി സമയം കൊണ്ട് എൻ കമ്പനങ്ങൾ ഉണ്ടായാൽ, ടി സമയം കൊണ്ട് എൻ കമ്പനങ്ങൾ ഉണ്ടായാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങൾ എത്രയാണ്? അപ്പോ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ്, അല്ലെങ്കിൽ ദോലനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ എഫ് സമം
N/T. കമ്പനങ്ങളുടെ എണ്ണം ഭാഗം സമയം. ആവൃത്തി സമം കമ്പനങ്ങളുടെ എണ്ണം ഭാഗം സമയം. N/T. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അപ്പൊ ഒരു വസ്തു തന്നെ പല രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഒരു ഗ്ലാസ് ടംബ്ലർ അകത്ത് ജലം നിറയ്ക്കാതെ, അതിനുള്ളിൽ ജലം നിറയ്ക്കാതെ ഒരു സ്റ്റീൽ സ്പൂൺ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും, കാൽഭാഗം ജലം നിറച്ചിട്ട് ഒരു സ്റ്റീൽ സ്പൂൺ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും, പകുതിയോളം ജലം നിറച്ചിട്ട് സ്റ്റീൽ സ്പൂൺ കൊണ്ട് തട്ടി ഉണ്ടാകുന്ന ശബ്ദവും, മുക്കാൽ ഭാഗത്തോളം ജലം നിറച്ചിട്ട് നമ്മൾ സ്റ്റീൽ സ്പൂൺ കൊണ്ട് തട്ടി ഉണ്ടാകുന്ന ശബ്ദവും, നിറയെ വെള്ളം അല്ലെങ്കിൽ ജലം നിറച്ചിട്ട് സ്റ്റീൽ സ്പൂൺ കൊണ്ട് തട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഒന്ന് താരതമ്യം ചെയ്യൂ. എല്ലാ ശബ്ദവും ഒരുപോലെയാണോ? അല്ല. അപ്പോ ഈ വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോൾ, ഒരേ വസ്തു തന്നെ കമ്പനം ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ പല ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, പദാർത്ഥത്തിന്റെ സ്വഭാവം. നേർത്ത ഒരു ചെമ്പ് കമ്പി വലിച്ചു കെട്ടിയതിന് ശേഷം അതിനെ കമ്പനം ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമല്ല ഒരു സ്റ്റീൽ കമ്പി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. അതല്ല വലിച്ചു കെട്ടി ഒരു റബ്ബർ ബാൻഡ് കമ്പനം ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. അതുപോലെ തന്നെ വലിവ് ബലം, ടെൻഷൻ. ഇപ്പൊ നമ്മുടെ തമ്പുരു, വീണ, വയലിൻ തുടങ്ങിയവയുടെ, ഗിത്താർ തുടങ്ങിയവയുടെയൊക്കെ സ്ട്രിങ്, ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്സ്, വലിച്ചു കെട്ടിയ കമ്പികളുടെ മുറുക്കം കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മുറുക്കം ആണ്, അല്ലെങ്കിൽ വലിവ് ബലം ആണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത്. ആ ടെൻഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ കമ്പികളെ കമ്പനം ചെയ്യിക്കുമ്പോൾ അവയിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ശബ്ദവും വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പൊ പദാർത്ഥത്തിന്റെ സ്വഭാവം, പിന്നൊന്നേതാ? വലിവ് ബലം, ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്. പിന്നെ പരപ്പളവ്, വിസ്തീർണം. വളരെ പരപ്പളവുള്ള, വിസ്തൃതിയുള്ള ഒരു വസ്തുവിനെ, ഒരു മെറ്റീരിയലിന്റെ തന്നെ, ഒരേ മെറ്റീരിയലിന്റെ തന്നെ, ഒരേ വസ്തുവിന്റെ തന്നെ പരപ്പളവ് കൂടിയ ഒരു കഷണത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ, കമ്പനം ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും, പരപ്പളവ് കുറഞ്ഞ ഒരു പദാർത്ഥത്തെ കമ്പനം ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും വ്യത്യസ്തമാണ്. നീളം കൂടിയ ഒരു വസ്തു, ഒരു ഹാക്സ ബ്ലേഡ് മേശപ്പുറത്ത് ഒരറ്റം ഉറപ്പിച്ച് പിടിച്ചതിന് ശേഷം മറ്റേ അറ്റം കമ്പനം ചെയ്യിച്ച് നോക്കുക, ഉണ്ടാകുന്ന ശബ്ദം ശ്രദ്ധിക്കുക. കുറേശ്ശെ നീളം കുറച്ച് മേശയുടെ പുറത്തേക്ക് നീക്കി വെച്ച് കമ്പനം ചെയ്യിച്ച് നോക്കുക. ഓരോ തവണയും ഉണ്ടാകുന്ന ശബ്ദം വ്യത്യസ്തമായിരിക്കും. അപ്പൊ നീളം, വണ്ണം, തിക്നെസ് തുടങ്ങിയവയെല്ലാം ഒരു പദാർത്ഥത്തിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി എന്താണ് ശബ്ദത്തിന്റെ പിച്ച് അഥവാ സ്ഥായി? കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുളച്ചു കയറുന്ന അനുഭവം. കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കുയിലിന്റെയും ശബ്ദം പിച്ച് കൂടിയ ശബ്ദമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് പെനിട്രേറ്റിംഗ് ഇഫക്റ്റ്, ചെവിയിൽ തുളച്ചു കയറുന്ന ഒരു അനുഭവം ഉണ്ടാക്കുന്ന ശബ്ദമാണ് കൂർമ്മത കൂടിയ അല്ലെങ്കിൽ പിച്ച് കൂടിയ ശബ്ദം എന്ന് നമ്മൾ പറയുന്നത്. മ്യൂസിക്കിൽ ഹൈ പിച്ച്, ലോ പിച്ച് എന്നീ പദങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ചീവീടിന്റെ ശബ്ദം, അതും പിച്ച് കൂടിയ ശബ്ദമാണ്. എന്താണ് ഉച്ചത അഥവാ ലൗഡ്നെസ്? ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തെയാണ് നമ്മൾ ഉച്ചത അല്ലെങ്കിൽ
ലൗഡ്നെസ് എന്ന് പറയുന്നത്. ഇത് കമ്പനത്തിന്റെ കമ്പനായതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവമാണ് ഉച്ചത. ഈ ഉച്ചത അളക്കുന്നതിന് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. കരമലിനീകരണം, ജലമലിനീകരണം, വായുമലിനീകരണം എന്ന് പറയുന്നത് പോലെ ശബ്ദമലിനീകരണവും ഒരു മലിനീകരണമാണ്. ശബ്ദമലിനീകരണം കൊണ്ട് ശബ്ദമലിനീകരണം നമ്മുടെ ആരോഗ്യത്തെയും മാനസിക അവസ്ഥയൊക്കെ ബാധിക്കുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. നിയമം മൂലം ശബ്ദം കൂടുതലായി പുറപ്പെടുവിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം, ഉച്ചതയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പലതരത്തിൽ നമ്മൾ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ്. നമുക്ക് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിൽ കൂടുതലാണെന്ന് നോക്കാം. ഏകദേശം 120 ഡെസിബലിൽ കൂടുതൽ ഉച്ചതയുള്ള ശബ്ദം നമ്മുടെ ചെവിക്ക് തകരാറ് സംഭവിപ്പിക്കുന്നതാണ്. ചെവിക്ക് വേദന ഉളവാക്കുന്ന ശബ്ദമാണ്. ഒരു ജെറ്റ് എഞ്ചിന്റെ ശബ്ദം 100 മീറ്റർ അകലെ നിന്ന് കേൾക്കുമ്പോൾ ഏതാണ്ട് 110 മുതൽ 140 വരെ ഡെസിബൽ ഉച്ചത നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ തിരക്കേറിയ റോഡ്, വാഹന ഗതാഗതം വളരെ കൂടുതലുള്ള ഒരു റോഡിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഉച്ചത 80 മുതൽ 90 ഡെസിബൽ വരെയാണ്. ഒരു കാർ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ശബ്ദത്തിന്റെ ഉച്ചത 60 മുതൽ 80 വരെ ഡെസിബലാണ്. സാധാരണ സംഭാഷണം, പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണം 40 മുതൽ 60 വരെ ഡെസിബൽ ആണ്. അതുപോലും പലപ്പോഴും നമുക്ക് അരോചകമായിട്ട് അല്ലെങ്കിൽ ചെവി വേദനിക്കുന്നതായിട്ട് തോന്നിട്ടുണ്ട്, ഉറക്കെ സംസാരിക്കുന്ന സമയത്ത് പോലും. ഇലകളുടെ മർമ്മരം 10 ഡെസിബൽ ആണ് ഉള്ളത്. അപ്പൊ മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ല എങ്കിൽ മാത്രം, എല്ലാ ശബ്ദവും, ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദവും ഇല്ല എങ്കിൽ മാത്രം നമുക്ക് ഇലകളുടെ മർമ്മര ശബ്ദം കേൾക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ശബ്ദത്തെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 2 പദങ്ങളാണ് മ്യൂസിക്, സംഗീത സ്വരവും ഒച്ചയും. എന്താണ് സംഗീത സ്വരം? ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമായ ശബ്ദവുമാണ് സംഗീതം. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമാർന്നതുമായ ശബ്ദമാണ് സംഗീതം അഥവാ മ്യൂസിക്. എന്നാൽ ചെവിക്ക് അരോചകമായതും ക്രമരഹിതമായ കമ്പനത്താൽ ഉണ്ടാകുന്നതുമായ ശബ്ദമാണ് ഒച്ച. ഉദാഹരണത്തിന് കാക്കയുടെ കരച്ചിൽ, സിംഹത്തിന്റെ അലറൽ തുടങ്ങിയവ നമുക്ക് ചെവിക്ക് അരോചകം ആയ ശബ്ദമാണ്, ഒച്ച എന്നാണ് നമ്മൾ അതിന് പറയുക. എന്നാൽ സംഗീത ഉപകരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശബ്ദം ക്രമമാണ്, ഇമ്പമാർന്നതാണ്. അത് നമ്മൾ സംഗീത സ്വരം എന്ന് നമ്മൾ പറയാറുണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ബഹിരാകാശ യാത്രികർ, ചന്ദ്രനിൽ പോകുന്നവർ, നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ പരീക്ഷണങ്ങളിൽ
ഏർപ്പെട്ടിരിക്കുന്നവർ, ബഹിരാകാശ സഞ്ചാരികൾ എത്ര അടുത്തിരുന്നാലും അവർക്ക് നമ്മൾ ഭൂമിയിൽ മനുഷ്യർ പരസ്പരം സംസാരിച്ച് ആശയവിനിമയം നടത്തുന്നത് പോലെ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താ? അവിടെ സ്പേസിൽ വായുവില്ല, അന്തരീക്ഷമില്ല. ശബ്ദ തരംഗങ്ങൾ ഒരു മാറ്റർ വേവാണ്, മെറ്റീരിയൽ വേവാണ്. അവയ്ക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ റേഡിയോ സംവിധാനം, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ശബ്ദത്തിന് വായുവിലൂടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ശബ്ദം വായുവിലൂടെ വളരെ കുറഞ്ഞ വേഗതയിലാണ്, 332 മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിലാണ് ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുന്നത്. സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിലൂടെയാണ് ശബ്ദം വളരെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഒരു ഉദാഹരണം, നമ്മൾ വായുവിൽ വിരൽ കൊണ്ട് ഇങ്ങനെ ചലിപ്പിച്ചാൽ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ചെവി മേശപ്പുറത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ആ മേശയിൽ ഒന്ന് വിരൽ കൊണ്ടൊന്ന് ഉരസി നോക്കിയാൽ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ എന്താ കാരണം? വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഈ തടിയിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നു എന്നാണ്. ഖരപദാർത്ഥങ്ങളിലൂടെയും വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിലൂടെയും ശബ്ദം സഞ്ചരിക്കുന്നത് പോലെ ദ്രാവകങ്ങളിലൂടെയും ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന് ഒരു പരിധിയുണ്ട്. 20 ഹെർട്സ് ആവൃത്തി മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. അതിന് നമ്മൾ ഹ്യൂമൻ ഓഡിബിലിറ്റി റേഞ്ച്, മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയും. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ഉള്ള ശബ്ദം മാത്രമേ മനുഷ്യന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദം ഇൻഫ്രാസോണിക്. ഇൻഫ്ര എന്ന വാക്കിനർത്ഥം താഴെ അല്ലെങ്കിൽ കുറഞ്ഞ എന്നാണ്. അപ്പോൾ 20 ഹെർട്സിന് താഴെ, 20 ഹെർട്സിൽ കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറയും. 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിന് മുകളിലുള്ള ശബ്ദം, മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം അൾട്രാസോണിക് ശബ്ദം. അൾട്രാസോണിക് ജെറ്റ് പ്ലെയിൻ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് നമ്മൾ നോക്കിയാൽ ആ പ്ലെയിനിനെ കാണാൻ പറ്റത്തില്ല, കാരണം ശബ്ദത്തേക്കാൾ വേഗത്തിൽ അവ സഞ്ചരിക്കുകയാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കില്ല. ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കൊണ്ട് ആണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പൊ ആ ശബ്ദം തറയിൽ നിന്ന് വളരെ ഉയർന്ന് നിൽക്കുന്ന മനുഷ്യന്, ചെവിയുടെ സ്ഥാനം തറനിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കുന്ന മനുഷ്യന് അത് കേൾക്കാൻ സാധിക്കില്ല. അത് ഇൻഫ്രാസോണിക് ശബ്ദമാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട ജീവികൾക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കും. അവ ഭയവിഹ്വലരായി കൂട്ടിനുള്ളിൽ പറന്നു നടക്കുകയും ഓടി നടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡിൽ പോലീസ് ഒരു പ്രത്യേക തരം വിസിൽ ഉപയോഗിക്കാറുണ്ട്. നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേക തരം വിസിൽ ഉപയോഗിക്കാറുണ്ട്. ആ വിസിലിന്റെ പേര് ഗാൾട്ടൺ വിസിൽ എന്നാണ്. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഏകദേശം 30,000 ഹെർട്സ് ആവൃത്തിയുള്ളതാണ്. അതായത് അൾട്രാസോണിക് ശബ്ദമാണ് ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്നത്. ഈ ശബ്ദം നായ്ക്കൾക്ക് കേൾക്കാം, പക്ഷെ മനുഷ്യന് കേൾക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ്
വവ്വാലുകൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള പ്രത്യേക ആവൃത്തിയിലുള്ള അൾട്രാസോണിക് ശബ്ദങ്ങൾ വവ്വാൽ പല ദിശകളിലേക്കും എല്ലാ ദിശകളിലേക്കും സെൻഡ് ചെയ്യും. ഈ അൾട്രാസോണിക് ശബ്ദം ഏതെങ്കിലുമൊക്കെ വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരും. അത് അനലൈസ് ചെയ്താണ് വവ്വാൽ ഇന്ന ഭാഗത്താണ് ഇന്ന ഫ്രൂട്ട് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങോട്ട് പറക്കുക. അതുപോലെ തന്നെ കടലിന്റെ ആഴം അളക്കുന്നതിന് നമ്മൾ സോണാർ എന്ന ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. സോണാർ. ഈ സോണാറിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ കടലിന്റെ അടിത്തട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് പ്രതിഫലിച്ച് തിരിച്ചു വരികയും കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ സഹായത്തോടെ ആ റിഫ്ലക്ട് ചെയ്ത് വന്ന ശബ്ദതരംഗങ്ങളെ അനലൈസ് ചെയ്ത് ഇത്ര ഭാഗത്ത് അല്ലെങ്കിൽ കടലിന്റെ ഇന്ന ഭാഗത്ത് ഒരു ഐസ്ബെർഗ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പാറക്കെട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതിനനുസരിച്ച് ഈ ഷിപ്പിന്റെ ഡയറക്ഷൻ, ഗതി നിർണയിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ അൾട്രാസൗണ്ട് വേവ്സ് നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് ധാരാളമായി ഉപയോഗിച്ചു വരും. അൾട്രാസൗണ്ട് ശബ്ദം ഉപയോഗിച്ച് അൾട്രാസൗണ്ട് സ്കാൻ, US സ്കാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ US അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ഇമേജ് പകർത്തിയെടുക്കാനും അതുപയോഗിച്ച് രോഗ നിർണയത്തിന് വഴിയൊരുക്കാനും ഡോക്ടർമാരെ സഹായിക്കുക. തരംഗചലനം എന്ന ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ്. വേവ് മോഷൻ. നിശ്ചലമായ ഒരു തടാകത്തിലെ ജലോപരിതലത്തിലേക്ക് ഒരു കല്ല്, ഒരു പാറക്കഷണം ഇടുമ്പോൾ എന്താണ് നമ്മൾ നിരീക്ഷിക്കുന്നത്? കല്ല് വീണ ഭാഗത്ത് ജലം കുറച്ച് മുകളിലേക്ക് ഉയരുകയും താഴുകയും അത് വലയ രൂപത്തിൽ ആ ജലോപരിതലം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാനാകും. കല്ല് വീണ ഭാഗത്ത് കുറച്ച് ഊർജം സ്വതന്ത്രമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്വതന്ത്രമാകുന്ന ഊർജം ആ മാധ്യമം മുഴുവൻ വ്യാപിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പോ കണികകളുടെ, ഒരു മാധ്യമത്തിലെ കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ഇവയെല്ലാം തന്നെ തരംഗചലനത്തിന് ഉദാഹരണമാണ്. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. പ്രസരണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്. അനുദൈർഘ്യ തരംഗം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നിവയാണ് രണ്ടു തരം യാന്ത്രിക തരംഗങ്ങൾ. എന്താണ് അനുപ്രസ്ഥ തരംഗം അഥവാ ട്രാൻസ്വേഴ്സ് വേവ്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു എങ്കിൽ അത്തരം തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്സ്.
അനുപ്രസ്ഥ തരംഗങ്ങൾ ശൃംഗങ്ങളും ഗർത്തങ്ങളും. അനുപ്രസ്ഥ തരംഗങ്ങളിലെ ഉയർന്ന ഭാഗത്തെ ശൃംഗമെന്നും താഴ്ന്ന ഭാഗത്തെ ഗർത്തമെന്നും പറയും. അനുപ്രസ്ഥ തരംഗങ്ങൾ ശൃംഗങ്ങളും ഗർത്തങ്ങളുമായാണ് സഞ്ചരിക്കുന്നത്. അടുത്തടുത്തുള്ള രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ ഉള്ള അകലമാണ് തരംഗ ദൈർഘ്യം. തരംഗങ്ങളുടെ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. ആയത് അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു തരംഗം മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു എന്ന് നാം കണ്ടു. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയത്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതുപോലെ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് ലാംഡ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ തരംഗ ദൈർഘ്യം രണ്ട് നിർവചനങ്ങൾ നമ്മൾ കണ്ടു. ആദ്യത്തേത് അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങളോ ഗർത്തങ്ങളോ തമ്മിലുള്ള അകലവും തരംഗ ദൈർഘ്യമാണ്. അതുപോലെ തന്നെ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം. പീരീഡ് പീരിയഡ് ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിന്റെ പീരിയഡ്. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിന്റെ പീരിയഡ്. യൂണിറ്റ് സെക്കൻഡാണ്. അതുപോലെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എഫ് എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആണ് ആവൃത്തി. ആവൃത്തി സമം കമ്പനങ്ങളുടെ എണ്ണം ഭാഗം കമ്പനങ്ങൾ ഉണ്ടാകാനെടുത്ത സമയം. ആവൃത്തിയും പീരീഡും തമ്മിലൊരു ബന്ധമുണ്ട്. ആവൃത്തിയുടെ വിൽക്രമമാണ് പീരീഡ്. എഫ് സമം 1/t. അതുപോലെ ടി സമം 1/f എന്നും പറയാം. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്, HZ. തരംഗവേഗം അഥവാ സ്പീഡ് ഓഫ് വേവ്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ വേഗം. ഒരു സെക്കൻഡ് യൂണിറ്റ് സമയം കൊണ്ട് ഒരു തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. തരംഗവേഗം സമം ദൂരം ഭാഗം സമയം. അതുപോലെ തന്നെ ഒരു തരംഗത്തിന്റെ വേഗവും അതിന്റെ ദൈർഘ്യവും തരംഗ ദൈർഘ്യവും ആവൃത്തിയും തമ്മിലൊരു ബന്ധമുണ്ട്. വേഗം സമം ആവൃത്തി ഗുണം തരംഗ ദൈർഘ്യം എന്നാണ്. അതായത് v സമം f ഗുണം ലാംഡ. അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ഇവ ഒരു മാധ്യമത്തിലൂടെ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തി സഞ്ചരിക്കുന്നു. ഉച്ചമർദ്ദ മേഖലകൾ കണ്ടൻസേഷൻസ് എന്നും നീചമർദ്ദ മേഖലകൾ
റെയറിഫാക്ഷൻസ് എന്നും അറിയപ്പെടുന്നു. അടുത്തടുത്തുള്ള രണ്ട് ഉച്ചമർദ്ദ മണ്ഡലങ്ങളോ നീചമർദ്ദ മണ്ഡലങ്ങളോ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. ശബ്ദം ഒരു ഊർജത്തിന്റെ രൂപമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശബ്ദ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമാണ്. ശബ്ദം എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരേ വേഗത്തിലല്ല സഞ്ചരിക്കുന്നത്. ഏതെല്ലാം പദാർത്ഥങ്ങളിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്, പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത്, പദാർത്ഥം ഏത് അവസ്ഥയിലായിരിക്കുമ്പോഴാണ്, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പദാർത്ഥത്തിന്റെ അവസ്ഥ, മാധ്യമം, ശബ്ദവേഗം. 20 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ശബ്ദത്തിന്റെ വേഗതയാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഖരം, പദാർത്ഥത്തിന്റെ അവസ്ഥ ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ അലൂമിനിയത്തിലൂടെ 6420 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കും. സ്റ്റീൽ 5941 മീറ്റർ പെർ സെക്കൻഡ്. ദ്രാവകങ്ങളിൽ ശുദ്ധജലവും കടൽ ജലവും തന്നിട്ടുണ്ട്. ശുദ്ധജലത്തിലൂടെ 1482 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുക. കടൽ ജലത്തിലൂടെ 1522 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. വാതകാവസ്ഥയിലാണെങ്കിൽ വായുവിലൂടെ 343 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ശബ്ദത്തിന്റെ വേഗതയാണ് 343 മീറ്റർ പെർ സെക്കൻഡ്. ഹീലിയം വാതകത്തിലൂടെ 965. അപ്പോൾ ഈ പട്ടികയിൽ നിന്ന് ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിലൂടെ വളരെ വേഗത്തിൽ, കൂടിയ വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടിയ വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിലൂടെയാണ് എന്നും മനസ്സിലാക്കാം. വായുവിലൂടെ വളരെ കുറഞ്ഞ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. 343 മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. താപനിലയും ശബ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസം ഉണ്ടാകും. ഏതൊരു മാധ്യമത്തിലും താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗവും വർദ്ധിക്കുന്നു. 0 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്. എന്നാൽ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ശബ്ദം 343 മീറ്റർ പെർ സെക്കൻഡും 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 346 മീറ്റർ പെർ സെക്കൻഡായും ഉയരുന്നു. അപ്പൊ താപനില വർദ്ധിക്കുമ്പോൾ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത കൂടുന്നു. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപകരണങ്ങളാണ് മെഗാഫോൺ, ഹോണുകൾ, സംഗീത ഉപകരണങ്ങളായ ട്രംപറ്റ്സ്, നാദസ്വരം, സ്റ്റെതസ്കോപ്പ് തുടങ്ങിയവ. അതുപോലെ തന്നെ അനുരണനം, റിവർബറേഷൻ. ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം.
ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം അഥവാ റിവർബറേഷൻ. ശ്രവണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം, കേൾവി അനുഭവം 1/10 സെക്കൻഡ്, അതായത് 0.1 സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും. ചെവിയുടെ ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത. 0.01 സെക്കൻഡ് സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. ഏതൊരു ശബ്ദം നമ്മൾ കേട്ടാലും ആ ശബ്ദം 0.1 സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും. ശ്രവണ സ്ഥിരത. ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് 0.1 സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും. ചെവിയുടെ ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത. 0.1 സെക്കൻഡ് സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം നമ്മുടെ ചെവിയിൽ പതിക്കാനിടയായാൽ രണ്ട് ശബ്ദങ്ങളും ഒന്നിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുക. പ്രതിധ്വനി, എക്കോ. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. ശബ്ദസ്രോതസ്സും പ്രതിപതന തലവും, ശബ്ദം പ്രതിപതിച്ചു വരുന്ന വസ്തു, അതാണ് പ്രതിപതന തലം, രണ്ടും തമ്മിൽ 17 മീറ്ററിൽ കൂടുതൽ അകലം ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിധ്വനി കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഹാളുകളും തിയേറ്ററുകളും ഓഡിറ്റോറിയങ്ങളും എല്ലാം നിർമ്മിക്കുന്ന വേളയിൽ എല്ലായിടത്തും, കെട്ടിടങ്ങൾക്കുള്ളിൽ എല്ലായിടത്തും ഒരേപോലെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നതിന് ചില പ്രത്യേക രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ കെട്ടിടങ്ങളെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ്. മർമ്മര ഗോപുരം. ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ ഉള്ള മർമ്മര ഗോപുരം ശബ്ദ പ്രതിപതനത്തിന്റെ മകുടോദാഹരണമാണ്. സെന്റ് പോൾസ് കത്തീഡ്രലിലുള്ള മർമ്മര ഗോപുരം. ഒരു ചെറിയ ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ പോലും ആ കത്തീഡ്രലിലെ എല്ലാ ഭാഗത്തും മുഴുവൻ ആ ശബ്ദം ആവർത്തിച്ച് കേൾക്കാൻ സാധിക്കും. ശബ്ദതരംഗങ്ങൾ വൃത്താകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നതാണ് ഇതിന് കാരണം. കർണാടകയിലെ ബീജാപൂരിൽ ഉള്ള ഗോൾ ഗുംബസ് എന്ന കെട്ടിടവും ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഭൂകമ്പ തരംഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. ഈ ഭൂകമ്പ തരംഗങ്ങളാണ് കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും റോഡിനും എല്ലാം നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നത്. ഭൂകമ്പ തരംഗങ്ങളെ സീസ്മിക് വേവ്സ് എന്നാണ് പറയുന്നത്. സീസ്മിക് തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ്. സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഈ തരംഗങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരെ സീസ്മോളജിസ്റ്റുകൾ എന്ന് പറയുന്നു. ഭൂകമ്പങ്ങളുടെ
തീവ്രത നിർണയിക്കുന്നത് റിക്ടർ സ്കെയിലിലാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണയിക്കുന്ന സ്കെയിൽ ആണ് റിക്ടർ സ്കെയിൽ. ഭൂകമ്പം രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.